അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്വയംഭോഗത്തെക്കുറിച്ചാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചവരും അല്ലാത്തവരുമായ പുരുഷന്മാർ നിർത്താൻ പറ്റാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു പരീക്ഷണം തന്നെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. പലർക്കും ഇത് നിർത്തണം, ഇതിൽ നിന്നും വിട്ടു നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും. എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല. ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് സ്വയംഭോഗം എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറയുന്നത്. സ്വയംഭോഗം എന്നത് മനസ്സുകൊണ്ടുള്ള ഒരു വ്യഭിചാരമാണ്. അത് തിന്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാമപൂർത്തീകരണത്തിനായി നിങ്ങൾ വിവാഹം ചെയ്യുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചത്. സ്വയംഭോഗം തെറ്റായിട്ട് തന്നെയാണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. സ്വയംഭോഗം എന്നത് മനസ്സുകൊണ്ടുള്ള ഒരു വ്യഭിചാരമാണ് എന്നുള്ളത്. ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് പല ആളുകളും ഇതിന് അഡിക്റ്റായി കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു പരീക്ഷണം, വല്ലാത്ത ഒരു പ്രശ്നം തന്നെയാണ് സ്വയംഭോഗം. അതല്ല, ഒരാൾക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല, അതിന് അയാളുടെ ശാരീരിക ഘടന അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ നോമ്പ് എടുക്കാനും പറയുന്നുണ്ട്. നോമ്പെടുത്താൽ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും. നമുക്കറിയാം, ഫർദ് നോമ്പൊക്കെ എടുക്കുമ്പോൾ, ഫർദ് നോമ്പായാലും സുന്നത്ത് നോമ്പായാലും ഏത് നോമ്പെടുക്കുകയാണെങ്കിലും ഇതെല്ലാം കടുത്ത തെറ്റ് തന്നെയാണ്. അപ്പോൾ അതിനും പറ്റാത്തവരാണെങ്കിൽ നോമ്പെടുക്കുക എന്നും പറയുന്നുണ്ട് ഇസ്ലാമിൽ. ഒരാൾക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ല, അതിന് അയാളുടെ ശാരീരിക ഘടന അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ നോമ്പെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തെറ്റാണ് സ്വയംഭോഗം എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വയംഭോഗത്തിൽ നിന്ന് പൂർണ്ണമായി മാറണം എന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവുമായി കൂടുതൽ അടുത്താൽ മാത്രമേ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവുമായി കൂടുതൽ അടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും. മനസ്സിലാക്കുക, സ്വയംഭോഗം മനസ്സിന് മാത്രമല്ല ശരീരത്തിനും പ്രയാസമാണ്. വിട്ടു നിൽക്കാനുള്ള സാഹചര്യം അല്ലാഹു നമുക്കെല്ലാവർക്കും ഒരുക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട്. നിത്യമായി അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും, പല രീതിയിലുള്ള നമ്മുടെ ജീവിതചര്യയിൽ തന്നെ, ജീവിത ശൈലിയിൽ തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കുക. വിവാഹം കഴിക്കാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ വിവാഹശേഷം വലിയ വലിയ പ്രശ്നങ്ങൾ ഇതിൽ നിന്നും അനുഭവിക്കേണ്ടി വരും. വല്ലാത്ത വിഷമമുണ്ടാക്കും. അപ്പോൾ അതിനൊന്നും കാത്തു നിൽക്കാതെ വിവാഹം കഴിക്കാത്തവർ ആദ്യം തന്നെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുക. വിവാഹം കഴിച്ചവരാണെങ്കിലും അതിൽ നിന്നും വിട്ടു നിൽക്കുക. അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. മാത്രമല്ല, ഇസ്ലാമിൽ ഇത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. സ്വയംഭോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞത്. പടച്ച റബ്ബുമായി കൂടുതൽ അടുക്കുക, നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക. വെറുതെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഒന്ന് ഒതുവെടുത്ത് ഖുർആൻ പാരായണം ചെയ്യാനെങ്കിലും ശ്രമിക്കുക. വെറുതെ നിൽക്കുന്ന സമയത്ത് അനാവശ്യ ചിന്ത വരുമ്പോൾ പിന്നെ അവിടെ നിൽക്കാതെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറി നിന്ന് നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമത്തിലെങ്കിലും ഏർപ്പെടുക. അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടുജോലിയിൽ ഏർപ്പെടുക. ഇങ്ങനെയൊക്കെ ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതായത്, വെറുതെ നിൽക്കുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ മനസ്സിലോട്ട് ഓടി വരും. ഈ സമയത്ത് എന്ത് ചെയ്യുക? അനാവശ്യ ചിന്തകൾ മനസ്സിലോട്ട് ഓടി വരുമ്പോൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കുവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുക. അധികവും നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ, അല്ലാഹുവുമായി അടുക്കുന്ന കാര്യങ്ങൾ, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിലെല്ലാം ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമുക്ക് നാളൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ ഓർത്തുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. മാത്രമല്ല, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക. ഒന്നുമില്ലെങ്കിൽ വീട്ടുജോലിയിലെങ്കിലും ഏർപ്പെടുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പറ്റും. വീട്ടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഒന്ന് പുറത്തു പോകാനൊക്കെ ഇങ്ങനത്തെ ചിന്ത വരുമ്പോൾ ഒന്ന് പുറത്തു പോയി പോരുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.